നമസ്കാരം, ജനകല്യാണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം, പണ്ട് യഥാ രാജ തഥാ പ്രജ എന്നായിരുന്നു. ഇന്ന് യഥാ പ്രജ തഥാ രാജ. ഇന്ന് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി പോയി, UDF തിരിച്ചു വരുന്നു, ഒരുപാട് പ്രോമിസുകളും കാര്യങ്ങളും എല്ലാം. ഇതിനുള്ള പൈസ എവിടുന്നാണ്? വീണ്ടും ജനങ്ങളുടെ തലയിലോട്ടല്ലേ ഇടുന്നത്? ഇത് ജനം ഒരിക്കലും മനസ്സിലാക്കാറില്ലല്ലോ. ഇത് ജനം ഏത് കാലത്താണ് മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡിൻ്റെയും ശബരിമലയുടെയും ഒക്കെ സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ കാര്യങ്ങൾക്ക് കേരളത്തിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻ്റല്ലേ ഉത്തരവാദിത്തം. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള അശോക് സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വരെ സസ്പെൻഷൻ കൊടുത്തു. നല്ല വ്യക്തികളെ നമുക്ക് അംഗീകരിക്കാനോ നല്ല വ്യക്തികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ തെറ്റ്. അതായത് നമുക്ക് കേരളത്തിൽ 7-8 പ്രൊജക്ട്സാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോഴത്തെ നേതാക്കന്മാർ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചു വന്നാലേ കേരളത്തിൻ്റെ എക്കോണമി മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ അവിടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീയും അവിടുത്തെ ഫ്രീ കൊടുത്ത് ജോലി ചെയ്യുന്നതിനെ കൂടെ ജോലി ചെയ്യാതാക്കിയില്ലേ? ഈ ഗൾഫുകാരൻ്റെ പൈസ കണ്ടുകൊണ്ടാണ് ഇനി ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മണി ഓർഡർ എക്കോണമിയിലാണ് കേരളം നിൽക്കുന്നത്. ഈ മണി ഓർഡർ എക്കോണമി കുറച്ച് കഴിഞ്ഞ് ഇല്ലാതാവും. ആ സമയത്ത് എന്തു ചെയ്യും? നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ? കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ വൈറ്റ് പേപ്പർ ഡിക്ലറേഷൻ തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരളം കടക്കണിയിലാണെന്നുള്ളത് ജനം അറിയാൻ പോകുന്നില്ല. വലിയ കടക്കണിയിലാണ്, കയറാൻ പോലും പറ്റാത്തിലുള്ള കടക്കണിയിൽ. ജനങ്ങളത് മനസ്സിലാക്കി എല്ലാവരും റെസ്പെക്റ്റീവായിട്ടുള്ള അവിടത്തേക്ക് മെയിലുകളും മറ്റു കാര്യങ്ങളും പ്രതികരണം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.